സീമ പറയുന്നത് അവനിങ്ങ് വരുമെന്നാ. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യേട്ടാ. നമുക്ക് നാളെ തന്നെ പോവാം അവന്റെ അടുത്തേക്ക്. നാളെയോ? അതെ, ഇനി വൈകുന്നത് നല്ലതല്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരെ ആന്റിയമ്മ വെച്ച് പൊറപ്പിക്കില്ല. എങ്ങനെയും ഒഴിവാക്കാൻ നോക്ക്. നാളെയോ? അതെ, ഇനി വൈകുന്നത് നല്ലതല്ല. അഭിപ്രായ വ്യത്യാസമുള്ളവരെ ആന്റിയമ്മ വെച്ച് പൊറപ്പിക്കില്ല. എങ്ങനെയും ഒഴിവാക്കാൻ നോക്ക്. ആണോ? ഞങ്ങൾ ഏറ്റതാണ് മാഡം. പറഞ്ഞതുപോലെ എല്ലാം ചെയ്തില്ലേ? ഒരീച്ച പോലും അറിയില്ല. ആരെങ്കിലും കുത്തിപ്പൊക്കൂ? ഏയ് നെവർ. ക്രൈംബ്രാഞ്ചോ CBI വിചാരിച്ചാൽ പോലും ഒന്നും വെളിവരില്ല. വെരി ഗുഡ്. ബാക്കിയുള്ള ഡീലിംഗ് ആരെയും മൂന്നാമൻ? അച്ചു, ഞങ്ങളുടെ മാസ്റ്റർ ബ്രൈ. ഓ, മാത്രമല്ല പോലീസ് കേസാൽ ഇവൻ പിടികൊടുത്തോളൂ മാഡം. ഓ ഗുഡ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. നിങ്ങളെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ പോവാ. എപ്പോഴും എന്റെ ആരെയും മൂന്നാമൻ? അച്ചു, ഞങ്ങളുടെ മാസ്റ്റർ ബ്രൈ. ഓ, മാത്രമല്ല പോലീസ് കേസാൽ ഇവൻ പിടികൊടുത്തോളൂ മാഡം. ഓ ഗുഡ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. നിങ്ങളെ ഞാൻ എന്റെ സ്വന്തമാക്കാൻ പോവാ. എപ്പോഴും എന്റെ നിർത്ത്. ഹലോ സർ, ഞാൻ ലളിതാഭായി. ആ പറയൂ. എന്റെ കുട്ടിയെ കാണാനില്ല സർ. കുട്ടിയോ? ആ, എന്റെ കൊച്ചുമോൻ ചന്ദ്രു. ആ പറയൂ. എന്റെ കുട്ടിയെ കാണാനില്ല സർ. കുട്ടിയോ? ആ, എന്റെ കൊച്ചുമോൻ ചന്ദ്രു. മോഹനില്ലേ? മോഹൻ കടയിലേക്ക് പോയിരിക്കാം. നിങ്ങൾ? അവന്റെ അമ്മയാ. എന്നാ ആരെങ്കിലും വിളിക്കേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സർ? ചന്ദ്രുവിടെ? ചന്ദ്രു ലളിതാഭായിയുടെ അടുത്താ ആയിരുന്നു എന്ന് പറയണം. എന്താ സർ പ്രോബ്ലം? നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും വൈഫും കുറച്ചു ദിവസമായിട്ട് ഇവിടെയായിരുന്നു. ചന്ദ്രു എന്റെ വീട്ടിലും. അവനെ കാണാൻ ഞങ്ങൾ ഇന്ന് പോകാനിരിക്കുക. ഇപ്പോ എന്താ പ്രശ്നം? എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണം. വിളിക്കും. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ജെപി, വെറുതെ ആക്ട് ചെയ്യല്ലേ. ഐ വാണ്ട് ടു സീ യുവർ സൺ. കോൾ ഹിം. നോൺസെൻസ്. ഒന്നുകിൽ അതൊരു കള്ളപ്പരാതിയാണ്, അല്ലെങ്കിൽ നിങ്ങളും ലളിതാഭായും കൂടിയുള്ള ഒത്തുകളിയാലും. അവനെ കാണാൻ ഞങ്ങൾ ഇന്ന് പോകാനിരിക്കുക. ഇപ്പോ എന്താ പ്രശ്നം? സർ പ്ലീസ്, യു ആർ മിസ്റ്റേക്കൺ. ചന്ദ്രുവിനെ കാണാതായിട്ടൊന്നുമില്ല സർ. ആർ യു ഷുവർ? ഷുവർ സർ, ഷുവർ.
ഇതിന്റെ പിന്നില് എന്തോ തട്ടിപ്പുണ്ട്. എങ്കിലൊക്കെ. പക്ഷേ പരാതി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അന്വേഷിച്ചേ മതിയാവും. നിങ്ങളുടെ സഹകരണവും വേണം. അപ്പൊ ശരി, സി യു സർ. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ ഈശ്വര, സർ, അവൻ ലളിതാഭായുടെ അടുത്തുണ്ട്. അവരാണ് പരാതി തന്നിരിക്കുന്നത്. ഭായി പറഞ്ഞനുസരിച്ച് നിങ്ങളെ ആ സംശയം. ചന്ദ്രയുടെ വിളിപ്പിച്ചതല്ല സർ. ചന്ദ്രു തനിയെ വഴി തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? ഒന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. വിവരം അറിയാൻ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് കാത്തിരിക്കുക. നാടകം കളിക്കണ്ട. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ചന്ദ്രു മടങ്ങി വരാത്ത നിങ്ങൾ എന്തിനും മറച്ചു വെച്ചു? ഉള്ളത് പറയാലോ ജെ പി. ഞാൻ കരുതിയത് ചന്ദ്രു നിങ്ങളുടെ അടുത്ത് വന്നു കാണുന്ന. അതാ അന്നേരം ആരോടും പറയാതിരുന്നത്. നോ, ഇതല്ല സത്യം. നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട്. എന്തു മറയ്ക്കുന്നാ? നിന്റെ മോന്റെ സ്വഭാവം. പക്ഷേ പരാതി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അന്വേഷിച്ചേ മതിയാവും. നിങ്ങളുടെ സഹകരണവും വേണം. അപ്പൊ ശരി, സി യു സർ. എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് ആകെ പേടിയാവും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ മോനെന്തോ കുഴപ്പം വരാൻ പോകുന്നു. ചന്ദ്രനൊന്നും പറ്റിയിട്ടില്ല. ഒക്കെ ആ ലളിതാഭായുടെ തന്ത്രമാണ്. അവരെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അരുണയുടെ കിടക്കുന്നു. ഒന്നും കഴിച്ചില്ലേ? രാവിലത്തെ ചായ, ഇന്നാകെ ചെന്ന ആഹാരം. നിർബന്ധിച്ചിട്ടും ഫലമില്ല. മരണയും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ആദ്യത്തെ മിസ്റ്റേക്ക്. ചന്ദ്രുവിനെ അവിടെ നിർത്തിയിട്ട് പോന്നത് അതിലും വലിയ മിസ്റ്റേക്ക്. അവൻ ആന്റിയമ്മ മതിയെന്ന് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും മോഹനേട്ട? അങ്ങനെ അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ജെ പി മറ്റും നേരെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. എനിക്ക് പരിമിതികളുണ്ട്, പക്ഷേ നിനക്കതാവാമായിരുന്നു. അതെങ്ങനെ? വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കളോട് അവര് വന്നത് ശരിയായില്ല എന്ന് പറയാൻ പറ്റുമോ? അവരെന്താ വിചാരിക്ക? അരുണ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. ശരിയാണ്, പക്ഷേ പിന്നെ ഒരു അവസരം ഉണ്ടായി. ഒടുവിലായി ചന്ദ്രു ഇവിടെ വന്നു തന്നെ ഒന്ന് ഓർത്തു നോക്കി. ലളിതാഭായി ഏൽപ്പിച്ചു വിട്ട ദൗത്യവുമായിട്ടായിരിക്കും അവൻ വന്നത്. അന്ന് അവനെ കൈ കിട്ടിയതല്ലേ? അമ്മ എന്ന നിലയ്ക്ക് അരുണയ്ക്ക് ആ ചാൻസ് പ്രയോജനപ്പെടുത്താമായിരുന്നു. പകരം ദുശാഠ്യം കാണിച്ചു. മനഃപൂർവ്വമല്ല മോഹനേട്ട. ചന്ദ്രു നന്നായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. സീമേ, അവനൊരു അളവോളം അബദ്ധങ്ങൾ മനസ്സിലാക്കി സത്യം ഏറ്റുപറയുന്നൊരവസ്ഥ ഉണ്ടായില്ലേ? അപ്പോഴെങ്കിലും അവന്റെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ വിലയിരുത്താമായിരുന്നു. അവൻ എന്താ ചെയ്യാത്തെ? എവിടെ പോവാത്തെ? പോലീസ് കണ്ടുപിടിക്കട്ടെ. അവരോട് പോയി ചോദിക്ക്. അല്ലാതെ നിങ്ങൾക്കൊന്നും അറിയില്ല? അറിയില്ലെന്നും ഇപ്പൊ ഞാൻ അറബിയിലല്ലോ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞേ. ശരി, ഞാൻ പോന്നു. ഓരോന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോ നല്ല ചിത്രങ്ങളല്ല തെളിഞ്ഞു വരുന്നു. ഒരു ദിവസം നേരത്തെ പോകാൻ ജെ പിക്ക് തോന്നിയിരുന്നെങ്കിൽ ചന്ദ്രുവിനെ നമുക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നു. അരുണയുടെ കിടക്കുന്നു. ഒന്നും കഴിച്ചില്ലേ? രാവിലത്തെ ചായ, ഇന്നാകെ ചെന്ന ആഹാരം. നിർബന്ധിച്ചിട്ടും ഫലമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിപ്പേട് പറ്റിയെന്നാണ് എന്റെ അഭിപ്രായം. പ്രത്യേകിച്ച്
തന്റെ ഭാഗത്തുനിന്ന്. ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും ലളിതാബായിക്ക് ജെ പിയുടെ വീട്ടിൽ താമസം ഉറപ്പിക്കാൻ യാതൊരു അവകാശവും ഇല്ല. എന്നിട്ടും അവരെ തോൽപ്പിച്ച് മേനോൻ സാറും ജെ പി ഹലോ, ആരാ? റോങ് നമ്പർ. അങ്ങനെ അവന്റെ അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ജെ പി മറ്റും നേരെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു. എനിക്ക് പരിമിതികളുണ്ട്, പക്ഷേ നിനക്കതാവാമായിരുന്നു. അതെങ്ങനെ? വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കളോട് അവര് വന്നത് ശരിയായില്ല എന്ന് പറയാൻ പറ്റുമോ? അവരെന്താ വിചാരിക്ക? അരുണ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. ശരിയാണ്, പക്ഷേ പിന്നെ ഒരു അവസരം ഉണ്ടായി. അതിപ്പോ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അരുണെ. എവിടെയാണെങ്കിലും മോൻ സേഫാണ്. അല്ലെങ്കിൽ ഇതിനോടകം അവൻ നമ്മളെ ആരെയെങ്കിലും വിളിക്കുമായിരുന്നു. എന്നെയെങ്കിലും ചന്ദ്ര വിളിക്കാതിരിക്കില്ല. അരുണെ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്ക. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നും ആ പ്ലാൻ അനുസരിച്ച് നീങ്ങുമെന്നും ചന്ദ്ര തനിക്ക് വാക്ക് തന്നിരുന്നു. അതിന്റെ ബാക്കിയാണോ ഇപ്പൊ ഈ സംഭവിച്ചത്? നീ നിന്റെ ആഗ്രഹവും പ്രതീക്ഷയും അറിയിച്ചതല്ലേ സീന? പക്ഷേ ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ പാടില്ലായിരുന്നു. തെറ്റാ ഞാൻ ചെയ്തത്. ക്ഷമിക്കണോ എന്നോട്? നഷ്ടപ്പെട്ടെന്നോ? മോഹനേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല, മനസ്സിൽ തോന്നിയത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതല്ലല്ലോ സിമ പ്രധാനപ്പെട്ട വിഷയം. എന്തെങ്കിലും വിവരം? ഇല്ല. സീമ പറയായിരുന്നു. ഞാൻ കേട്ടു. സീമേ, കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരുന്നത് ഞങ്ങളാ. അവിടെയാ പാകപ്പിഴയുണ്ടായത്. പ്രാക്ടിക്കലായി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പോലീസ് സ്റ്റേഷനിൽ പിന്നീട് അന്വേഷിച്ചോ? വിളിച്ചു ഞാൻ. എൻക്വയറി നടക്കുന്നു എന്നുള്ള പതിവ് പല്ലവ് തന്നെ. ഇന്നും കൂടി നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഏൽപ്പിക്കണം. പോലീസിൽ എനിക്കത്ര വിശ്വാസം പോരാ. നിന്റെ അഭിപ്രായം എന്താ? അവൻ എവിടെയായിരിക്കുമെന്നാ നീ വിചാരിക്കുന്നത്? അതിപ്പോ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അരുണെ. എവിടെയാണെങ്കിലും മോൻ സേഫാണ്. അല്ലെങ്കിൽ ഇതിനോടകം അവൻ നമ്മളെ ആരെയെങ്കിലും വിളിക്കുമായിരുന്നു. ചന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? ഇവിടെ വല്ല വിവരവും കിട്ടിയോ? ആരുടെയെങ്കിലും ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ്? ഇല്ല. സാർ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ഞങ്ങൾക്കറിയാവുന്നതല്ലേ നിങ്ങളെ അറിയിക്കാൻ കഴിയൂ. എന്താ എന്റെ മോനെ കുറിച്ച് അറിഞ്ഞതെന്നൊന്ന് പറയൂ സർ. നോക്ക് ജെ പി, എന്തിന്? എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ചന്ദ്രു പുതിയൊരാളായി വരുന്ന ഞാൻ വാക്ക് പറഞ്ഞല്ലോ. അത് നീ വിശ്വസിച്ചു? അതായത് തുറന്നു ചോദിച്ച അവൻ കാരണം ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ്. അന്നു മരിച്ച ആ കുട്ടിയുടെ ഫാദറോ മറ്റു ബന്ധുക്കളോ ചന്ദ്രുവിനോട് പകരം വീട്ടാൻ അവനെ കിഡ്നാപ്പ് ചെയ്തായിരിക്കില്ലേ? അല്ല, ഒരിക്കലുമല്ല. ആ ഫാമിലിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർ അന്ന്. പക്ഷേ ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാൻ പാടില്ലായിരുന്നു. തെറ്റാ ഞാൻ ചെയ്തത്.
ക്ഷമിക്കണം എന്നോട്. ക്ഷമ ചോദിക്കാനും മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. ചന്ദ്രനോട് സംസാരിച്ചപ്പോ തോന്നിയ കാര്യം നീ ഞങ്ങളോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അതെങ്ങനെ കുറ്റമാവും? ചന്ദ്രന് അപകടം നേരിട്ടു എന്നാണോ സാർ പറയുന്നത്? എങ്കിൽ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് തുറന്നു പറയണം സർ, പ്ലീസ്. സോറി, ഒരു നല്ല ന്യൂസ് അല്ല എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. പെട്രോളിങ്ങിന് പോയി ASI ആണ് കണ്ടെടുത്തത്. നിങ്ങൾ നോക്കി ഐഡന്റിഫൈ ചെയ്യണം. ചന്ദ്രുവിന്റെ പേരെഴുതിയ നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു. ബീച്ചിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് കിട്ടിയത്.